നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന ജി ബില്ലിൽ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം അതിശക്തമാണ്. ബില്ല് കീറി എറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമടക്കമാണ് നാടകീയ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറുന്നത്. എന്തായാലും ബിൽ JPCക്ക് വിടണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങൾക്കും പുതിയ ദിശയും വേഗതയും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാർ ഭാവിയുടെ ബ്ലൂ പ്രിന്റ് എന്നും നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഒമാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് മസ്കറ്റിൽ ഊഷ്മള സ്വീകരണം. കോൺഗ്രസിനും ലീഗിനും വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. മതസൗഹാർദ്ദം തകർക്കുന്ന പാർട്ടിയാണ് ലീഗെന്നും അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങുന്നത് ജാതി പറയലല്ലെന്നും വെള്ളാപ്പള്ളി. BDJSനെതിരെയും വിമർശനം. നടന്നു കാലു തേഞ്ഞതല്ലാതെ NDAയിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെന്നും BDJS മുന്നണിയിൽ തുടരണോ എന്ന് അവർ ചിന്തിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ. VC നിയമനത്തിൽ ശുഭകരമായ കാര്യങ്ങളുണ്ടായി എന്ന് സുപ്രീം കോടതി. സമവായം ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലെന്ന് കോടതിയെ അറിയിച്ച അറ്റോർണി ജനറൽ. കേസിലെ നിയമവിഷയങ്ങൾ തുടർന്നും പരിഗണിക്കുമെന്ന ജസ്റ്റിസ് പർദിവാല. ഗവർണറുമായുള്ള സമവായത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ CPMനുള്ളിലും മുന്നണിക്കുള്ളിലും വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഗുരുതര സ്വഭാവമുള്ളതെന്ന് ഹൈക്കോടതി. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കണമെന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ. റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി 30 വരെ നീട്ടി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. പാരഡി വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി ശിവൻകുട്ടി. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ വേദനിപ്പിക്കുന്നതാകരുതെന്ന വിശദീകരണം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന പോലീസ്. പ്രതി മാർട്ടിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യും. കേസെടുത്തത് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനും. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ അപകടം ഒഴിവായി. അടിയന്തര ലാൻഡിംഗ് നടത്തിയ എയർ ഇന്ത്യ വിമാനത്തിന്റെ ടയറുകൾ പൊട്ടി. ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്ക് വന്ന വിമാനത്തിലെ 160 യാത്രക്കാരും സുരക്ഷിതർ. ഡൽഹിയിൽ വായുമലിനീകരണത്തിൽ വിമാന സർവീസുകൾ വൈകുന്നു. 24 വിമാനങ്ങൾ റദ്ദാക്കി. മലിനീകരണ തോത് 400-ന് മുകളിൽ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവരുന്ന ജി ബില്ലിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ബില്ല് കീറിയെറിഞ്ഞു. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം. നടുത്തളത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് മറുപടി പറയാൻ അനുവദിക്കാത്തത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങൾക്കും പുതിയ ദിശയും വേഗവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാർ ഭാവിയുടെ ബ്ലൂ പ്രിന്റാണ്. ഇതുവഴി ഇരു രാജ്യങ്ങളുടെയും വ്യാപാരത്തെ ഉത്തേജിപ്പിക്കുകയും എല്ലാ മേഖലകളിലും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം കൂടുതൽ ശക്തമാവുകയും പുതിയ ഉയരങ്ങളിലെത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ഒമാനിലെത്തിയത്. ഇത് 2ാം തവണയാണ് നരേന്ദ്രമോദി ഒമാനിൽ എത്തുന്നത്. മസ്കറ്റ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി, ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. वर्ष बाद ओमान आने का सौभाग्य मिला है और आज आप सभी के साथ बातचीत करने का अवसर मिल रहा है. इस बिजनेस समिट के लिए आपकी गर्मजोशी मेरा भी उत्साह बढ़ा रही है.
BDJSനെ കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശൻ. BDJS 10 കൊല്ലം BJPക്കൊപ്പം നടന്നിട്ട് എന്ത് കിട്ടിയെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. BDJS LDFൽ ചേരണമെന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ അവർ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ, SNDP യോഗം അതിൽ ഇടപെടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ BJPയുടെ കുറെ 10 കൊല്ലം നടന്ന BDJS എന്ത് കിട്ടിയെന്ന് അവരാലോചിക്കട്ടെ. അതൊക്കെ അവര് ചിന്തിച്ചോളൂ. ഞാൻ BDJSകാരല്ല. കാരണം രണ്ടഭിപ്രായമുണ്ട്. ഇടതുപക്ഷത്തേക്ക് പോകുന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗമുണ്ട്, ഉണ്ട്. അതല്ലേ നിൽക്കണമെങ്കിൽ തന്നെ നിൽക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ അവർ കുറച്ച് ആലോചിക്കട്ടെ. അതൊക്കെ അല്ലെന്ന് ഞാൻ കൂടുതലായിട്ട് ഇടപെടത്തില്ല. കാരണം SNDP യോഗത്തിനകത്ത് BDJS തൊട്ടിൻ്റെ അക്സൽ വരെയുണ്ട്. ഗതികേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്ന നിലയിലായി കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മലപ്പുറത്ത് സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടവരല്ലേ ലീഗ്. വന്ന് ഈഴവരിൽ നിന്ന് കോൺഗ്രസിൽ ആരുമില്ലാതായി എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ലീഗിനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും രംഗത്തെത്തി. മതേതരത്വവും ജനാധിപത്യവും പറയുന്ന ലീഗ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗിൽ തന്നെ സമ്പന്നർക്കാണ് ആനുകൂല്യങ്ങൾ. കോളേജുകൾ പോലും മുസ്ലിങ്ങളിലെ സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കാണ് നൽകിയത്. ലീഗിനെ പോലെ മതസൗഹാർദ്ദം തകർക്കുന്ന പാർട്ടി വേറെയില്ല. മാറാട് കലാപം അവർ ഭരിക്കുമ്പോഴാണ് ഉണ്ടായത് എന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു. ലീഗ് എന്ന് പറഞ്ഞാൽ അവരിന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത്തരം സൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പകർത്തുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അവർ മാത്രം. അല്ല, ഞാൻ പറഞ്ഞല്ല, 3 ജില്ല ഞാൻ വടക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ തിരക്ക് നോക്ക്. ഞങ്ങൾക്കൊരു കോളേജ് ഉണ്ടോ, ഒരു ഉന്നത വിദ്യാഭ്യാസം മലപ്പുറത്തൊരു കുടിപ്പള്ളി കൂടെ. എൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. ആ ദുഃഖം പറഞ്ഞതിന് എന്നെ ഇത്രയധികം വേട്ടയാടാൻ ഞാനെന്ത് ചെയ്തു? ഈ വിദ്വേഷം പകയായി മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവർ വിളിച്ചപ്പോൾ ഞാൻ ചെന്നില്ല, ഞാൻ അവരുടെ കൂടെ നിന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനെ ചിലരെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് SNDPക്കെതിരായി ചില ഒരുക്കങ്ങൾ നടത്തി. അതും പൊളിഞ്ഞ് അതിനുശേഷം എൻ്റെ ഓരോ വാക്കിനെയും അവിടെ ഇവിടെയുള്ള അടർത്തിയെടുത്തുകൊണ്ട് മതവിദ്വേഷം എന്ന് വരുത്തി മീഡിയകളും ഉപയോഗിച്ചുകൊണ്ടും എന്നെ തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിലെ 150ഓളം യൂണിയനുണ്ട്. ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടത്തി ഭയപ്പെടുത്തിയും SNDP യോഗത്തെയോ യോഗ നേതാക്കന്മാരെ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം അംഗീകരിച്ച് സുപ്രീം കോടതി. സർക്കാർ ചാൻസലർ സമവായത്തിൽ കോടതിക്ക് സന്തോഷമെന്ന് ജസ്റ്റിസ് JP പർദേവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്നും കേസിൽ ഉയർന്നുവന്ന നിയമവശങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതി നിലപാട് കടുപ്പിച്ചതോടെയാണ് സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ VCമാരെ നിയമിച്ചത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ നിയമനം നടത്തിയ കാര്യം ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചു. യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരുന്നു നിയമനമെന്നും ഗവർണർ അറിയിച്ചു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് സമവാക്യമുണ്ടായതെന്ന് അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി കോടതിയിൽ വ്യക്തമാക്കി. സമവായത്തിലെത്തി തർക്കം പരിഹരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ജസ്റ്റിസ് JB പർദേവാല പറഞ്ഞു. ശുഭകാര്യങ്ങളുണ്ടായെന്ന് നിരീക്ഷിച്ച കോടതി വിദ്യാർത്ഥികളുടെ ഭാവിയിലായിരുന്നു ആശങ്കയെന്ന് വ്യക്തമാക്കി. വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട ജസ്റ്റിസ് സുധാൻഷു ധൂലിയ സമിതിക്കും കോടതി നന്ദി അറിയിച്ചു. സ്ഥിരം VC ഇല്ലാതെ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഇത്തരം ചർച്ചകൾ ഭാവിയിലും തുടരണമെന്നും നിർദ്ദേശിച്ചു. അതേസമയം 2 സർവകലാശാലകളിലെ VCമാരുടെ നിയമനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ ഉയർന്നുവന്ന നിയമപ്രശ്നങ്ങൾ കോടതി തുടർന്നും പരിഗണിക്കുമെന്നും ജസ്റ്റിസ് പർദേവാല പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VCമാരായി സിസ തോമസിനെയും സജി ഗോപിനാഥിനെയുമാണ് ഗവർണർ നിയമിച്ചിരിക്കുന്നത്. നിയമനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നുണ്ടെങ്കിലും നിയമപരമായി താൽക്കാലിക പരിഹാരം കണ്ടത് സർക്കാരിനും ഗവർണർക്കും ആശ്വാസമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
ഗവർണറുമായുള്ള സമവായത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ CPM-നുള്ളിലും മുന്നണിക്കുള്ളിലും വിമർശനം. സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടത്തിൽ സർക്കാർ കീഴടങ്ങുമ്പോൾ രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് നേതാക്കൾക്കുള്ളത്. കോടതി അന്ത്യശാസനം നൽകിയതിനാൽ അടിയന്തര തീരുമാനമെടുത്തു എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നേതൃത്വം തൃപ്തരല്ല. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെ പതിവിന് വിപരീതമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചോദ്യം ചെയ്ത നടപടിയും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി മറികടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുമ്പോഴാണ് CPM-നുള്ളിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. കേന്ദ്രത്തിന്റെ വിവിധ നിലപാടുകൾക്കെതിരെ കേരളം നടത്തുന്ന നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ എത്തി നിൽക്കുമ്പോഴാണ് ഗവർണറുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി സമവായത്തിലെത്തിയത്. VC-മാരുടെ നിയമന കാര്യത്തിൽ സുപ്രീം കോടതി നേരിട്ട് തീരുമാനമെടുക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. എന്നാൽ ഈ തീരുമാനം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി എടുത്തതിൽ CPM-നുള്ളിലും CPI-ക്കും കടുത്ത വിമർശനമാണുള്ളത്. അതിവേഗത്തിൽ ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തുമ്പോൾ ഇത്രയും നാൾ നടത്തിയ പോരാട്ടങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന് നേതാക്കൾ വിമർശിക്കുന്നു. ഗവർണർ സർക്കാർ അന്തർധാര എന്ന പ്രതിപക്ഷ വിമർശനം കൂടുതൽ കരുത്താർജിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇത് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടിയുണ്ടാകുമെന്ന് CPM വിലയിരുത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ മാത്രമാണ് നേതാക്കൾ ഇതറിഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. കോടതിയുടെ അന്ത്യശാസനയുള്ളതിനാൽ അടിയന്തര തീരുമാനമെടുക്കാതെ മറ്റു മാർഗമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ചർച്ച അവസാനിച്ചെങ്കിലും നേതാക്കൾക്കിടയിൽ അസ്വാരസ്യം തുടരുകയാണ്. സമാനമായ രീതിയിൽ PM ശ്രീയിൽ എടുത്ത നിലപാട് ഏറെ കോളിളക്കമുണ്ടാക്കിയതാണെന്ന് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പതിവിന് വിപരീതമായി മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങൾ തയ്യാറായി എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. വരും നാളുകളിൽ ഏറെ തുടർചലനങ്ങൾ ഉണ്ടാക്കാവുന്ന നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം VC നിയമന വിഷയത്തിൽ മുന്നണിയിലോ CPM-ലോ ഭിന്നതയില്ലെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നുവന്നു, അത് അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തു. ഭരണപരമായ തീരുമാനമാണ് കൈക്കൊണ്ടതെന്നും അദ്ദേഹം ഡൽഹിയിൽ പ്രതികരിച്ചു. ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് സഹായകരമായതല്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ചില സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു, അത് അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് പൊതുവെ എടുത്തു. സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി. സുപ്രീം കോടതി പരസ്പര അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി മുമ്പോട്ട് വെച്ചു. അതിനെല്ലാം അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ഒരു ഭിന്നതയോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഇല്ല. ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന G-Ramji ബിൽ ലോക്സഭയിൽ പാസ്സായിരിക്കുന്നുവെന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. KK പ്രശാന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. പ്രശാന്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ലോക്സഭയിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉണ്ടാക്കിയത്, ബഹളം വെച്ചത്. ബില്ല് കീറി എറിയുന്നതടക്കമുള്ള നടപടികളിലേക്ക് പ്രതിപക്ഷം കടന്നു. പക്ഷേ ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയിരുന്നു. എന്തായാലും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം തള്ളുകയായിരുന്നു ഭരണപക്ഷം. സ്വപ്ന, തീർച്ചയായും വലിയൊരു ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. അതായത് ബില്ല് ഇത്തരത്തിൽ പാസ്സാക്കാൻ അനുവദിക്കില്ല, JPC പരിഗണിക്കും, JPCക്ക് വിടണം, അതിനുശേഷം സംസ്ഥാനങ്ങളെ കേൾക്കണം. അതിന്റെ നടപടിക്രമം അങ്ങനെ തന്നെയാണ്. JPCക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ആ ബില്ല് പരിഗണിക്കും, അതിനുശേഷം സംസ്ഥാനങ്ങളെ കേൾക്കും, വീണ്ടും അതിനകത്ത് ഭേദഗതി ഉണ്ടെങ്കിൽ അംഗീകരിച്ച് തിരിച്ച് കേന്ദ്ര സർക്കാരിന് നൽകും, അതിനുശേഷം വീണ്ടും സഭയിലേക്ക് എത്തും. അതായിരുന്നു നടപടിക്രമം. അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ശബ്ദ വോട്ടോടുകൂടി ഇപ്പോൾ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് അതിൽ തന്നെ പ്രധാനമായും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ഒപ്പം തന്നെ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തുളത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബില്ല് കീറിയെറിയുന്നു. ഇപ്പോൾ ടേബിളിനുള്ളിൽ മുകളിൽ തന്നെ മേശയ്ക്ക് മുകളിൽ ഹൈബീഡൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള MP-മാർ കയറി എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും വലിയ നടപടി അതുമായി ബന്ധപ്പെട്ട് വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ തന്നെ ബില്ല് പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കാനുണ്ടായത്. ഇതിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി കേന്ദ്ര ഗ്രാമീണ വികസന
മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കുകയാണുണ്ടായത്. അതായത് തങ്ങളുടെ ഹൃദയത്തിൽ ബാപ്പു മഹാത്മാഗാന്ധിയുണ്ട്, അതിനൊരു പേരിന്റെ ആവശ്യമില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ഗ്രാം സ്വരാജ്, ഒപ്പം തന്നെ ഗ്രാമത്തിന്റെ ആകെ തന്നെ വികസനം, ഇത് നടപ്പിലാക്കാൻ വിവിധ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ ആ പേര് ദുരുപയോഗം ചെയ്യുക മാത്രമാണ് കോൺഗ്രസും പ്രതിപക്ഷവും ചെയ്തത്. അതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിരവധിയായ പദ്ധതികൾ മുന്നോട്ട് വെച്ചതൊക്കെ തന്നെ BJP ആണ്, കേന്ദ്ര സർക്കാരാണ്, RSS ആണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഇത്തരം ആശയങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസുകാരാണ്. പക്ഷേ അതേസമയം മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും പദ്ധതികൾ മുന്നോട്ട് വെക്കുകയും സാധാരണ ജനങ്ങളെ കുറെ കൂടി മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും BJP ആണ്. ആ പദ്ധതികൾ പോലും അദ്ദേഹം എണ്ണിപ്പറയാണ് ഉണ്ടായത്. ഉജ്ജ്വല യോജന അടക്കമുള്ള നിരവധി പദ്ധതികൾ എടുത്തു പറയാനുണ്ടായത്. ഗ്രാമങ്ങളിലാണ് അതിന്റെ വികസനം ഉണ്ടാകണം. ഗ്രാമങ്ങൾ വികസിച്ചെങ്കിൽ മാത്രമേ രാജ്യം മുന്നോട്ട് പോകുകയുള്ളൂ. ഗ്രാമങ്ങൾ മരിച്ചാൽ രാജ്യം മരിക്കും. അത് കൃത്യമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ബില്ലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിന് മുന്നോട്ട് പോകുകയൊക്കെ ചെയ്യും. അതിന് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. മാത്രമല്ല രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെയും പാവപ്പെട്ടവരെയും ഒക്കെ തന്നെ കൂടെ നിർത്തിയത് തങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. മറ്റവരാരും, അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാരും തന്നെ ഈ ഗാന്ധിജിയുടെ പേര് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്, എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. ആ നിലപാട് ഇനിയും തുടരുക തന്നെയും. അതിനകത്ത് വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഹൈബി, ഡീൻ ഷാഫി അടക്കമുള്ളവർ മേശപ്പുറത്ത് കയറി പ്രതിഷേധിച്ചു എന്നടക്കമുള്ള വാർത്തകളാണ് ലോക്സഭയിൽ നിന്ന് വരുന്നത്. എന്തായാലും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായ G ബിൽ ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഒരു സമയത്ത് പുറത്തുവരുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിനുള്ള വിലക്ക് ജനുവരി 7 വരെ നീട്ടി. അതായത് ജനുവരി 7 വരെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് ഉണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഗുരുതര സ്വഭാവമുള്ളതെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ. പ്രതിയും CPM നേതാവുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കാൻ മാറ്റി. പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കേണ്ട ഗുരുതര സ്വഭാവമുള്ള കേസിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 30 വരെ നീട്ടിയിട്ടുണ്ട്. A പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ 30-ാം തീയതി വീണ്ടും പരിഗണിക്കും. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസമാകുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപേക്ഷയിൽ തീരുമാനമെടുത്തത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കി എന്നതാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4-ാം പ്രതിയാണ് ജയശ്രീ. OTA KTA എന്ന് തുടങ്ങുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയെ അടിസ്ഥാനമാക്കിയുള്ള പാരഡി ഗാനം സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യും. വിമർശനങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് നടപടി. പാരഡി ഗാനം അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി DGPക്ക് പരാതി നൽകിയിരുന്നു. പരാതി സിറ്റി സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ഗാനരചയിതാവടക്കം 3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള CPMനെതിരെ ആയുധമാക്കാനുള്ള UDF നീക്കത്തിന് കരുത്തു പകർന്നത് ഈ പാരഡി ഗാനമായിരുന്നു. പാർലമെന്റിന് മുന്നിൽ MPമാർ ഈ പാട്ടുപാടി ശബരിമല ക്ഷേത്രത്തെയും അയ്യപ്പനെയും അപമാനിച്ചുവെന്നാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ആരോപണം. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സമൂഹത്തെയോ വേദനിപ്പിക്കുന്നത് ആകരുതെന്ന് മന്ത്രി ശിവൻകുട്ടി. പ്രത്യേകിച്ച് ആരാധനകളെയും ദൈവവിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തരുത്. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. ശബരിമല ശാസ്താവിനെയും ഗണപതിയെയും ആറ്റുകാൽ ദേവിയെയും കളിയാക്കുന്ന പാട്ടൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. വിശ്വാസികൾ നൽകിയ പരാതി അതിൻ്റെ മുറയ്ക്ക് മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്നുള്ള അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയും.
അതേസമയം സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള പാരഡി ഗാനത്തിൽ കേസെടുത്ത നടി പരിഹാസ്യമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. സർക്കാർ നിലപാടിനെ പരിഹാസത്തോടെ കാണുന്നു. പാട്ടിന്റെ അണിയറക്കാരെ നിയമപരമായും രാഷ്ട്രീയപരമായും സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അയ്യപ്പനെ പരിഹസിച്ച എം സ്വരാജിനെതിരെ കേസെടുത്തില്ല എന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. അയ്യപ്പ ഗാനത്തിന്റെ പാരഡി ഉണ്ടായതിന്റെ പേരിൽ അവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല, തീവ്ര വലതുപക്ഷ സർക്കാരാണ്. ഇത് BJP ഗവൺമെന്റ് എല്ലാം എടുക്കുന്നത് പോലത്തെ ഒരു നടപടിയാണ് ഈ LDF ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ എന്യൂമറേഷൻ നടപടികൾ ഇന്ന് പൂർത്തിയാകും. ആകെ വോട്ടർമാരുടെ എണ്ണം 8.1% അപേക്ഷ ഇനി തിരിച്ചു കിട്ടാനുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വെളിപ്പെടുത്തി. കേരളത്തിൽ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപേക്ഷ നൽകിയവരുടെ പേരുൾപ്പെടുത്തി ഡിസംബർ 23-ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. തിരിച്ചു കിട്ടാത്ത അപേക്ഷകരുടെ പട്ടികയും 23-ന് തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിക്കും. 24.8 ലക്ഷം പേരുടെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് 6.49 ലക്ഷം. പിന്നെ അൺട്രേസബിൾ ആൾക്കാർ കണ്ടെത്താത്ത സാഹചര്യത്തിൽ പിന്നെ ആബ്സെന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ 6.89 ലക്ഷം. പിന്നെ ഷിഫ്റ്റഡ് മാറി താമസിക്കുന്ന ആൾക്കാരുടെ കണക്ക് 8.21 ലക്ഷം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളവർ 1.34 ലക്ഷം. പിന്നെ അതേഴ്സ് കാറ്റഗറി എന്നറിയപ്പെടുന്നതിൽ 1.86 ലക്ഷമാണ്. ഇത്ര ആൾക്കാരാണ് 24.81 ലക്ഷം അൺകളക്റ്റബിൾസ് ആയി വന്നിട്ടുള്ളത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അന്നു മുതൽ 2 മാസം പരാതികൾ ബോധിപ്പിക്കാനുള്ള അവസരമുണ്ട്. കരട് പട്ടികയിൽ പേരില്ലെങ്കിലോ മാറ്റം വരുത്തണമെങ്കിലോ ഓൺലൈനായോ നേരിട്ടോ തിരുത്തലുകൾ വരുത്താം. പിന്നെ 23-ാം തീയതി നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ ASD ലിസ്റ്റ്, അതായത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റ് മോഡിഫൈ ചെയ്യപ്പെടും. കാരണം കുറെ ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ ഉള്ള ആൾക്കാർ മറ്റേ ലിസ്റ്റിലേക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ ASD ലിസ്റ്റ്, ആബ്സെന്റ്, ഷിഫ്റ്റഡ്, ഡെഡ് ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 23-ാം തീയതി നമ്മൾ പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി 21-ന് പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷവും നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ വേണ്ട തിരുത്തലുകൾ വരുത്താനുള്ള അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒടുവിൽ കേന്ദ്രവിലക്കിന് വഴങ്ങുകയാണ് സർക്കാർ. IFFKയിൽ കേന്ദ്രവിലക്കിയ 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നടപടി. ദേവിക ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ദേവിക, ഏതൊക്കെയാണ് ആ 6 ചിത്രങ്ങൾ? എന്താണ് ഇപ്പോൾ കേന്ദ്രം കൃത്യമായി പറയുന്ന കാരണം? സ്വപ്ന, ഓൾ ദ ലെഫ്റ്റ്സ് ഓഫ് യു, ക്ലാഷ്, യെസ്, അങ്ങനെയുള്ള 6ഓളം ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ വീണ്ടും കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നീണ്ട വിവാദങ്ങൾക്ക് ശേഷം സംസ്ഥാന സർക്കാർ എടുത്തൊരു നിലപാടിനാണ് ഇപ്പോൾ ഉലച്ചിൽ തട്ടുന്നത്. സർക്കാർ വീണ്ടും കേന്ദ്ര സർക്കാരിന് വഴങ്ങുകയാണ്. കാരണം ഈ IFFKയുടെ ആദ്യ പ്രദർശന ദിനം മുതൽ തന്നെ പല സിനിമകളും നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നതിൽ വലിയ വിമർശനങ്ങളാണ് ഈ ചലച്ചിത്ര അക്കാദമിക്ക് നേരെ ഉയർന്നത്, ചലച്ചിത്ര ആസ്വാദകരിൽ നിന്നും ഉയർന്നത്. അതിനൊടുവിലാണ് സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത്. 19ഓളം സിനിമകൾക്ക് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ അനുമതി നിഷേധിച്ചിരുന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിലായി 7 സിനിമകൾക്ക് കൂടി മാത്രമാണ് അനുമതി ലഭിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ആ സിനിമകളും നേരത്തെ ഷെഡ്യൂൾ ചെയ്തത് കൊണ്ട് തന്നെ ഈ ചലച്ചിത്ര ആസ്വാദകർക്ക് ആസ്വദിക്കാൻ ഒരു അവസരം ഒരുങ്ങണമെന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ഒരു നിലപാടെടുക്കുകയായിരുന്നു. അതായത് എല്ലാ സിനിമകളും കേന്ദ്ര അനുമതി ലഭിച്ചില്ലെങ്കിലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമെന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിലാണ് ഇപ്പോൾ നിലവിലൊരു മാറ്റം വന്നിരിക്കുന്നത്. ഈ 6 ചിത്രങ്ങളും പ്രദർശിപ്പിക്കില്ല. നാളെ കൂടിയാണ് ഈ ചലച്ചിത്ര മേളയുള്ളത്. നാളെ സമാപിക്കുകയാണ്. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനൊക്കെ സ്ഥലത്തില്ലാത്തത്, റസൂൽ പൂക്കുട്ടി സ്ഥലത്തില്ലാത്തതിലൊക്കെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ ചലച്ചിത്ര ആസ്വാദകർക്ക് ഒരു ആശ്വാസകരമല്ലാത്ത ഒരു വാർത്ത വരുന്നത്. അതായത് ഈ 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. ഓൾ ദ ലെഫ്റ്റ്സ് ഓഫ് യു, ക്ലാഷ്, യെസ്, ഫ്ലെയിംസ്, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, എ പോയറ്റ് എന്നീ ചിത്രങ്ങളാണ് ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ കാണികൾ. തീർച്ചയായും സിനിമാ പ്രേമികൾക്ക് നിരാശ നൽകുന്ന തീരുമാനം തന്നെയാണ്. എന്തായാലും
IFFKയിൽ 6 ചിത്രങ്ങൾ കേന്ദ്രം പ്രദർശിപ്പിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവികയാണ് വിവരങ്ങളുമായി ചേർന്നത്. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 83,036 ഭക്തരാണ് ദർശനം നടത്തിയത്. അതേസമയം മണർകാട് സംഘം ശബരിമലയിൽ ദർശനം നടത്തി 50 പേരടങ്ങുന്ന സംഘമാണ് ശബരിമലയിൽ എത്തിയത്. 28 കരകളിൽ നിന്നും ഭക്തർ സമർപ്പിച്ച കാണിക്ക ശബരീശ സന്നിധിയിൽ അർപ്പിച്ചതിനു ശേഷം മണർകാട് സംഘം മലയിറങ്ങും. കിരൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ഇന്നും വലിയ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ ഈ തിരക്ക് തുടരുകയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 27 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ ഇതിനോടകം തന്നെ ദർശനം നടത്തിയതായിട്ടാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ നടവരവിനും ഇത്തവണ വലിയൊരു വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ സീസണിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 210 കോടി രൂപയാണ് ഇത്തവണ ഈ നടവരവായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിൽ 106 കോടിയും അരവണയിൽ നിന്നുള്ള വരുമാനമാണ്. അങ്ങനെ വലിയൊരു വർധനവ് തന്നെ ഈ തീർത്ഥാടന കാലം ആരംഭിച്ചതിന് ശേഷം ഈ ശബരിമലയിലേക്കുള്ള നടവരവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ശബരിമലയിൽ തുടരുകയാണ്. 83,036 ഭക്തർ ദർശനം നടത്തി. മണർകാട് സംഘം ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തി ഭക്തർ സമർപ്പിച്ച കാണിക്ക ശബരീശ സന്നിധിയിൽ അർപ്പിച്ചതിന് ശേഷം മണർകാട് സംഘവും മലയിറങ്ങും. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.